ഹലോ മുത്തമണികളെ, എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആശംസിക്കുന്നു. ഞായർ എന്ന് പറയുന്ന ദിവസം എനിക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. എങ്കിലും ഞാൻ കുറേ അധികം വീഡിയോകൾ കാണാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. കുറേ സംഭവ വികാസങ്ങൾ എവിടെയൊക്കെയോ നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണണം എന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കുറേ വീഡിയോകൾ ഇരുന്ന് കണ്ടു. അതിൻ്റെയൊക്കെ താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ച് സംതൃപ്തി അടഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ ഷോപ്പിലായിരുന്ന സമയത്ത് എനിക്ക് ഇന്നലെ ഒരു മെസ്സേജാണോ കോളാണോ എന്തോ ഇത്ത ഫിജോ കരയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വേഗം പിന്നെ എനിക്ക് അവിടെ ഷോപ്പിൽ ഇരുന്നും കൊണ്ട് എനിക്ക് കാണാൻ പറ്റൂല കേട്ടോ. പിന്നെ ഞാൻ ഒന്നും പറയണില്ല. അപ്പം അവിടെ ഇരുന്ന് കണ്ട് എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ മെസ്സേജ് ഇട്ട ആളുടെ അടുത്ത് എന്നെ തിരിച്ചു ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാണ് ഫിജോ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയ സമയത്ത് ഞാൻ കയറി ആ ഒരു വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തേക്കുണ്ട് ആ ലൈവ് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വിഷയം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഞാനത് ആരോടും ചോദിക്കാനൊന്നും പോയില്ല. രാത്രിയായപ്പോൾ നമ്മുടെ കഥാനായികയായ ഷെഫീന താത്തയുടെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് ഏകദേശ കാര്യങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് വേറൊരാള് ആ വീഡിയോ പിന്നെ എനിക്ക് അയച്ചു തന്നായിരുന്നു. സംഭവം ലൈവ് അവർ കട്ട് ചെയ്ത് കളഞ്ഞു എങ്കിലും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ വൈകാരിക നിമിഷങ്ങളെ കോമഡി ആയി ഫീൽ ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഇത് ശരിക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു ഭാഷാ ശൈലി സത്യം പറഞ്ഞാൽ കോമഡി തന്നെയാണ്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യാതൊരു തെറ്റും ചെയ്യാത്ത, സത്യത്തിൽ ഞാൻ എല്ലാവരെയും വിമർശിക്കുന്ന ഒരാളാണ്. മുഖം നോക്കാതെ മുഖമടച്ച് പ്രഹരം നടത്തുന്ന ഒരു ആളാണ് ഞാൻ. അന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ, എൻ്റെ വാക്കുകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ട് എന്ന് ഞാൻ പഠിക്കുന്ന കാലത്തിലെ എൻ്റെ കൂട്ടുകാർ പറയാറുള്ള ഒരു കാര്യമാണ്. നീ വാ തുറക്കരുത്, നീ വാ തുറന്നാൽ നമ്മളെ ഒരു 10 അടി അടിച്ചാലും അത് മാഞ്ഞു പോകും, പക്ഷെ നീ വാ തുറക്കരുത് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ഭയങ്കരമായ വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നെ മാനസികമായി തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം എല്ലാവരും എടുക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവനെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു വശം തളർന്ന അദ്ദേഹം ഒരു 8 മാസത്തോളം കിടക്കയിൽ തന്നെ കിടക്കുകയുണ്ടായി. പിന്നീട് അത്യാവശ്യം പരസഹായത്തോടു കൂടി നടക്കുകയുണ്ടായി. ഇപ്പോൾ അൽഹംദുലില്ലാ വളരെ സ്മൂത്തായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റുവാനുമുള്ള ഒരു ആരോഗ്യ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഥാനായികകൾ കുറച്ചു പേരുണ്ട്. അതിൽ ഒരു സുപ്രധാന കക്ഷിയാണ് നമ്മുടെ ഫിജോ ഹാരിസ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി. അപ്പോൾ എന്നെ വിമർശിക്കുന്നതിന് പകരം അവരുടെ ലൈവുകളിൽ എൻ്റെ ഹസ്ബൻഡിന്റെ അസുഖത്തെ എൻ്റെ ഹസ്ബൻഡിന്റെ അസുഖത്തെ പരിഹസിക്കുന്ന തരത്തിൽ, അവളുടെ ഭർത്താവിനല്ലേ എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ലാത്തത്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവളുടെ ഭർത്താവിന്റെ പുറത്ത് കയറി ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് ഒരു കൊച്ചുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഒരു അധിക്ഷേപം എൻ്റെ ഭർത്താവിന്റെ നേരെ അഴിച്ചുവിട്ട പുള്ളിക്കാരുത്തി ഇപ്പോൾ ലൈവുകളിൽ വന്നിരുന്ന് കരയുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷെ ആ കരച്ചില് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഒരിക്കലും അതൊരു
കരച്ചിലൊന്നുമല്ല. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആക്ടിങ്, നമുക്ക് ഒരു വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ഒരു കരച്ചിൽ കണ്ടാലും അവർ ആക്ട് ചെയ്യുന്നത് കണ്ടാലും മനസ്സിലാകാതിരിക്കാനും മാത്രം നമ്മൾ എന്തുവാടെ ചോറിന് പകരം വേറെ വല്ലതുമാണോ കഴിക്കുന്നത്? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ പടച്ചവന്റെ ഒരു കൃപ ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ശക്തി എന്നെ നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ നിഷ്കളങ്കനായ മനുഷ്യനെ, അതായത് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലാത്ത എൻ്റെ ഹസ്ബൻഡ് ആരെയും നടന്നു പോകുന്ന വഴിയിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം ഒരാളെ വേദനിപ്പിക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ. പക്ഷെ എന്നാലും എന്നെ തറയിൽ വെക്കാതെയാണ് ആ മനുഷ്യൻ നോക്കുന്നത്. ഞാനും അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് നോക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എൻ്റെ ജീവനാണ്. പിന്നെ എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും, ഞാൻ ഏതൊരു വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും എൻ്റെ തോളിൽ നിന്നും മായാത്തൊരു കൈയുണ്ട്. അത് എൻ്റെ ഭർത്താവിൻ്റെ കൈയാണ് എന്ന് വിശ്വസിക്കുന്ന ആണ്. എൻ്റെ പ്രസവിച്ച എൻ്റെ ഉമ്മ പോലും ചിലപ്പോൾ എൻ്റെ മുന്നിലുണ്ടാകില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ കൈ പിടിച്ച കാലം മുതൽ ഇന്നീ നിമിഷം വരെയും ഞാൻ പതറി വീഴുന്ന എല്ലാ സ്ഥലത്തും എൻ്റെ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും, അദ്ദേഹത്തിന് താൻ ആരാണ് എന്ന് അറിയാതെ കിടക്കുന്ന ഒരു സമയത്ത് പോലും എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്നെ തനിച്ചാക്കി പോകരുതേ എന്ന് ഞാൻ പറയുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഞാൻ പോയി പറയുന്ന സമയത്ത് ഒരു മൂളലോടുകൂടി സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല, ഞാൻ ആ പറഞ്ഞ കാര്യം അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സിൽ പോലും ഞാനുണ്ടാകും എന്ന് ആ മനുഷ്യൻ ആ ഒരു മൂളലോടുകൂടി എനിക്ക് പറഞ്ഞു തന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ അപമാനിച്ച ആ വ്യക്തി പല തവണകളായി ലൈവുകളിൽ ഇരുന്ന് കരയുന്നു എന്നറിഞ്ഞതിൽ, അത് ആക്ടിങ് ആണെങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന സ്വന്തം ഭർത്താവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടും താൻ പലയിടങ്ങളിലും കാലിടറി വീഴുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവുകളിൽ വന്നിരുന്ന് കരയുന്ന മഹതി ഒന്നും പറയാനില്ല. ഇനി രണ്ടാമത്തെ കക്ഷിയാണ് കക്ഷി. അയ്യോ എൻ്റെ പൊന്നാര കക്ഷി, പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ഇപ്പൊ ഭയങ്കര വയ്യായികയാണ്. വയ്യായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി വയ്യായികയാണ് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവൂല. അപ്പം നമ്മൾ ഒരിക്കലും ഒരാളുടെയും അസുഖത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. എൻ്റെ ഭർത്താവ് ശരിക്കും എന്നെ പരിഹസിക്കുന്ന, എൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ പഴച്ച ജന്തു എൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവളോട് ഒരു നീരസവും ഇല്ലാതെ സംസാരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. ഈ ഫോണിലേക്ക് ഇവള് വിളിക്കുന്നതിന് മുമ്പ് പോലും എൻ്റെ ഭർത്താവിൻ്റെ രോഗ അവസ്ഥയെ അപമാനിച്ചുകൊണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ രോഗത്തെ അപമാനിച്ച് കസർത്തിയ ഒരു ജന്തുവാണ് ഈ ജന്തു എന്ന് പറയുന്ന ജന്തു. അതിനുശേഷം എൻ്റെ ഫോണുകളിലേക്ക് നിരന്തരമായി വിളിക്കുകയും എൻ്റെ ഭർത്താവുമായിട്ട് സംസാരിക്കുകയും ചെയ്ത ഈ ജന്തു വീണ്ടും ഒരു കോപ്രായം കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഞാൻ അറിയാതെ ക്യാഷ് വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ക്യാഷ് കൊടുക്കേണ്ടുന്ന കാര്യം എന്ത്, നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പർ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തത് ഞാനത് യഥാർത്ഥത്തിൽ സ്പ്രെഡ് ആക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത്, ഞാനൊരു ഉമ്മയെ പോലെ കരുതിയ ഒരു പുള്ളിക്കാരത്തി ഒരു സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് ആ സഹായത്തിന് വേണ്ടിയിട്ട് കൊടുത്ത നമ്പർ എടുത്ത് പബ്ലിക്കാക്കി ഈ ജന്തുവിന്റെ കൈവശം വരെ കൊടുത്തിട്ട്, ഈ ജന്തു ഒരു പോറ്റുമേ എങ്ങാണ്ട് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ചേർന്ന് ആ പുള്ളിക്കാരനെ
ഒരു 2 മണിക്കൂറോളം നിർത്തിപ്പൊരിക്കുന്ന വോയിസ് എൻ്റെ കൈവശമുണ്ട്. ആ വോയിസിൽ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, അവളുമായിട്ട് ചങ്ങാത്തം പാടില്ല കേട്ടോ, അവളുമായിട്ട് ചങ്ങാത്തം പാടില്ല എന്ന് പറഞ്ഞ മഹതി പിന്നീട് അങ്ങോട്ട് ഇയാളുടെ ചങ്ങാതിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ഇയാളിൽ നിന്നും പലതവണയായിട്ട് പണം കൈപ്പറ്റി എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കണമടി എന്ന് പറഞ്ഞപ്പോ അയാളുടെ നാട്ടിൽ വരെ പോയി അയാളെയും അയാളുടെ ഭാര്യനെ അടക്കം ഭീഷണിപ്പെടുത്തി, അയാളുടെ ഭാര്യയുടെ നമ്പർ കൈവശപ്പെടുത്തി, അയാളുടെ ഭാര്യയെ വിളിച്ച് അവരുടെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനൊക്കെ കുറെ അധികം ശ്രമിച്ച് തോറ്റുപോയ മഹതി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നിത്യരോഗിയായി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇവിടെയും രോഗത്തെ അല്ല ഞാൻ കളിയാക്കുന്നത്, രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ പറ്റിക്കുന്ന ജന്തുക്കളെ, രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ പറ്റിക്കുന്ന മഹാന്മാരോട് എനിക്കൊരു കമ്മിറ്റ്മെന്റുമില്ല മക്കളെ. അതായത് നോമ്പൊക്കെ തീരാനായില്ലേ, നമ്മുടെ ഷാജിദ ഷാജി ഇപ്പോ പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആ മക്കൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പുള്ളിക്കാരി വളരെ നന്നായിട്ട് തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി പൊരുത്തങ്ങളൊക്കെ ചോദിച്ച് അവളെ ആക്രമിച്ചവരോടും ഒക്കെ ഒരുപാട് പിന്നെ ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം വളരെ നന്നായിട്ട് ജീവിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ഭയങ്കര കുളിർമയാണ് അല്ലേ. താൻ തെറ്റു ചെയ്തു എന്ന് സമ്മതിക്കുന്നു, അതിൽ നിന്നും പിന്നെ എനിക്ക് മോചനം വേണം എന്ന് പറയുന്നു. അവളാൽ ആക്രമിക്കപ്പെട്ട ആളുകളോട് അവള് പരസ്യമായും അവൾ കാരണം വേദനിച്ച ആളുകളോട് അവൾ പോയി മാപ്പ് ചോദിക്കുന്നു. ഇപ്പൊ ഒരുപാട് ജനങ്ങള് അവളെ എത്രത്തോളം വെറുത്തിരുന്നോ അത്രയും തന്നെ ഒരുപാട് മനുഷ്യർ അവളെ വീണ്ടും അവരുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം കൊടുത്തു എന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ആ കുട്ടിയിൽ ഒരു നന്മ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പുള്ളിക്കാരി തലയിൽ ചവിട്ടിക്കൊണ്ടൊരു ഞാൻ പാവം പിടിച്ച ഉമ്മയാണ് എന്ന് പറയുന്ന ഇവളുടെ റിയൽ ഫേസ് ജനങ്ങൾ മനസ്സിലാക്കുകയും ഇവൾ ആരെയാണോ തകർക്കാൻ ശ്രമിച്ചത് അവരെ ജനങ്ങൾ അവരുടെ മനസ്സിലേക്ക് വീണ്ടും സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്തത് അറിഞ്ഞു കഴിയുമ്പോൾ വല്ലാത്ത വിഷമവും വല്ലാത്ത വേദനയും വല്ലാത്ത കുശുമ്പും. ഇനിയിപ്പോ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് 6 മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇപ്പൊ പല മഹാന്മാരും വരും. ഇപ്പൊ അങ്ങനെ വരുന്ന മഹാന്മാരോട് ചോദിക്കാനുള്ളത്, നിരന്തരം എന്റെ സ്ത്രീത്വത്തെയും എന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെയും അപമാനിച്ചവരോട് പോലും ഇന്ന് വരെയും ഒരു വാക്കുകൊണ്ട് പോലും എന്റെ ഭർത്താവ് ചോദ്യമുനകൾ കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ എന്റെ ഭർത്താവിനേക്കാൾ മേന്മയൊന്നും ഒരാളിലും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു മഹാൻ ഇപ്പൊ വരും. അതായത് ജനങ്ങളെ പറ്റിച്ച് കുറെ ലോലഹൃദയന്മാരായ ഇക്കാക്കന്മാരെയൊക്കെ പറ്റിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന പണമൊക്കെയും ദൂർത്തടിച്ച് തീർത്തിട്ടുണ്ട് മക്കളെ, തീർത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഞമ്മക്ക് പണം വേണം. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര രോഗാവസ്ഥയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ലോലഹൃദയന്മാരായ ഇക്കമാര് മട്ടൻ കറി വയ്ക്കാനും മട്ടൻ സൂപ്പൊക്കെ വാങ്ങാനും ഒക്കെ ഉള്ള പൈസകൾ കൊടുത്താലോ. ഇനി ഇതെല്ലാം പോട്ട്, ഇവിടെ നിരപരാധിയായ ഒരു മനുഷ്യനാണ് എന്റെ മനുഷ്യൻ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതില് ശരിക്കും നമ്മളൊക്കെയും തന്നെ സ്ത്രീകളാണ്. സ്ത്രീകളായിട്ടുള്ള ഏതൊരാൾക്കും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളല്ല മനുഷ്യർക്കൊക്കെയും തന്നെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സാധനം. അത് മറ്റൊരാള് തട്ടിയെടുത്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോടെ? നമ്മളെ പ്രിയപ്പെട്ട ഒരു സാധനം മറ്റൊരാൾ തട്ടിയെടുത്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോ സ്വന്തം ജീവിതം തട്ടിപ്പറിച്ചെടുത്തിട്ട് ലൈവുകളിൽ വന്നിരുന്ന് അവൾക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, അവള് രോഗാവസ്ഥയിലാണ്, അവൾക്കൊരു പുരുഷനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവുകളിൽ വന്നിരുന്ന് അട്ടഹസിച്ച 2 ജന്മങ്ങള്
അയ്യോ പൊത്തു, അയ്യോ പൊത്തു, അയ്യോ പൊത്തു എന്ന് വിളിക്കുന്ന വിളി കാണുമ്പോ കേൾക്കുമ്പോ ചെവികൾക്ക് എന്താ ഒരു സുഖം, പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ ആ ജുമൈല എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ആ കുട്ടിയുടെ 2 വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നീ ഇരിക്കുന്ന കട്ടിൽ എൻ്റേതാണടി, നീ ഇരിക്കുന്ന റൂം അത് എൻ്റേതാണടി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആ വാക്കുകൾ എൻ്റെ ചെവിയിൽ നിന്നും മരണം വരെയും പോവില്ല എന്നുള്ളതാണ്. അപ്പോ രോഗാവസ്ഥയിലാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നും പറഞ്ഞു കണ്ട് ചാക്കടയിൽ മുങ്ങിയവന് പടച്ച തമ്പുരാൻ കൊടുത്ത ഒരു വിധിയെ ഒന്നും പറയാനില്ല, സന്തോഷം. പിന്നെ ഇതിനേക്കാളൊക്കെ വിശേഷം എന്ന് പറയുന്നത് 3 കുഞ്ഞു മക്കളെ കാണിച്ചുകൊണ്ടായിരുന്നു ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവൾ നാടകം കളിച്ചത്. ഇവള് തന്നെ മക്കളെ ഞാൻ ഉപേക്ഷിക്കില്ല, മക്കളെ ഞാൻ ചേർത്ത് പിടിക്കും. ഒരു മോനെ വാപ്പയും ഉമ്മയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം വാപ്പയ്ക്കും ഉമ്മയ്ക്കും എൻ്റെ മോനെ നോക്കാൻ കഴിയില്ല, എൻ്റെ മോനെ അസുഖമാണ്, രോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞവള് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആ കൊച്ചിനും രോഗം പോയിട്ടൊരു സമയമില്ലെന്നാണ് കേട്ടത്. എന്തായാലും രോഗമൊക്കെ സർവ്വസാധാരണമാണ്, ജനങ്ങൾക്ക് വരും, ജീവജാലങ്ങൾക്ക് വരും, ജീവനുള്ള എല്ലാത്തിനും അസുഖങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പൊ മറ്റൊരാളുടെ അസുഖത്തെയൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ മുമ്പാണ് ഈ പിന്നെ 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 എന്ന് വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഓൺ ദി സ്പോട്ട് കമ്പ്യൂട്ടർ യുഗമല്ലേ, അപ്പൊ ഓൺ ദി സ്പോട്ട് ഇപ്പൊ എല്ലാം കയ്യോടുകൂടി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമെന്നാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ഒരു രോഗം എന്ന് പറയുന്നത് വലിയ രോഗമൊന്നുമല്ല, നമുക്കൊക്കെ രോഗമുണ്ട്, നമ്മളതൊന്നും എടുത്തു വെച്ച് കാണിച്ചുകൊണ്ട് പിരിവിനോ പിന്നെ മറ്റൊന്നിനും നമ്മൾ ഇറങ്ങാറില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അറിയാതെ ആണെങ്കിലും നിങ്ങളൊരു നിത്യരോഗിയാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയതിൽ സന്തോഷം. അപ്പൊ ഇനിയും ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഇതിനെയൊക്കെ വേറൊരു വിശേഷം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ലോലഹൃദയനായ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലോലഹൃദയനായ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പൊരിക്കൽ നമ്മുടെ ഫിജോയെ ഇവൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അതായത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് 1 വർഷമായിട്ടുണ്ട്. എന്റെ ബാങ്ക് ബാലൻസ് കാണിക്കടി, നിന്റെ ബാങ്ക് ബാലൻസ് കാണിക്കടി, ഞാൻ എന്റെ ബാങ്ക് ബാലൻസ് കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇവൾ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ ഇവൾ ഞെട്ടും എന്ന്. ഞെട്ടാനൊന്നും ഒരു പിണ്ണാക്കുമില്ല, കാരണം 5 കുഞ്ഞുങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞു വാങ്ങിച്ച ക്യാഷും ഒരു മല്ലിക എന്ന് പറയുന്ന സ്ത്രീയുടെ ദാരിദ്ര്യം പറഞ്ഞുണ്ടാക്കിയ ക്യാഷും വേറെ ആരോ കൂടി ഉണ്ടായിരുന്നല്ലോടെ. അങ്ങനെ തുടങ്ങി 10 രൂപ ചാലഞ്ച്, 50 രൂപ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചെടുത്ത ക്യാഷുകൾ സ്വന്തം അക്കൗണ്ടിലേക്കാണ് കയറിയത് എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്കും അറിയാവുന്ന കാര്യത്തിന് ഞാൻ ഞെട്ടേണ്ടുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വോയിസ് എന്റെ കൈവശം കിട്ടി മക്കളെ, കിട്ടി. അതായത് അവര് ദാരിദ്ര്യവതി ഒന്നുമല്ല, അവരുടെ ബാങ്ക് ബാലൻസ് കണ്ടാൽ ഞാൻ ഞെട്ടും എന്ന് പറഞ്ഞ ഇതേ സ്ത്രീയാണ് എന്റെ മക്കൾക്ക് ചിക്കൻ തിന്നാൻ ബോധിയാകുന്നിക്ക. സത്യത്തിൽ എന്റെ മക്കൾക്കല്ല, എന്റെ കാമുകന് മട്ടനല്ലാതെ ഇറങ്ങില്ല ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചെടുത്ത പൈസ അത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരെയും പറ്റിക്കുന്നുണ്ടായിരുന്നു, അങ്ങേരെ ഭാര്യനെയും പറ്റിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങേരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്ത പൈസ അങ്ങനെ തന്നെ ആശുപത്രി കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ ഞാൻ കൃതജ്ഞയാണ്. മുത്തുമണികളെ, ഞാൻ കൃതജ്ഞയാണ്. ഇനിയിപ്പോ കുറേ സാധനങ്ങൾ വരും, വന്നിട്ട് നോമ്പ് കാലമായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും നിർത്താനായില്ലേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അനുഭവിച്ചത് ഞാനാണ്. അപ്പൊ എനിക്ക് പറയാൻ കിട്ടുന്ന അവസരം ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പോ
ആ പുള്ളിക്കാരന്റെ പൈസ തിരിച്ചു കൊടുക്കടി, നാണം കെട്ടവളെ. നാണം കെട്ടവളെ. നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്ത പണം വാങ്ങിച്ച് കയ്യില് വെച്ച് അത് കാമുകനെ തീറ്റിച്ചവളെ. ആ പുള്ളിക്കാരന്റെ പണം കൊടുക്കടി. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ എന്റെ സഹോദരൻ ചമഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഞാൻ ഒന്നും പറയണില്ല, നിന്റെ ആരടി അവൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട ജന്തു ഇവളുടെ മൂലത്തിന്റെ അടിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവന് ഞാൻ കാണിക്കുന്നുണ്ടട്ടാ. അവസാനം കാണിച്ച് സ്വന്തമായിട്ടൊന്നും കാണിക്കാനും ഇല്ലാതായി. നാട്ടുകാർ മുഴുവൻ ഇപ്പൊ കണ്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അത് ആ ഒരു കേസിന് അയാളുടെ ഭാര്യയോ അയാളുടെ ഉമ്മയോ പൊരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരനെ പറ്റിച്ചു വാങ്ങിച്ച പൈസ അത് മാന്യത ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ ഇതുപോലെ ആശുപത്രി കൊടുത്ത് തീർക്കാം. അത്രേ ഉള്ളൂ. ലോലഹൃദയന്മാരായ ഇക്കമാര് വേണമെങ്കിൽ ഇപ്പൊ വയ്യാതെ ആശുപത്രിയിലൊക്കെ കിടക്കയല്ലേ, എന്തെങ്കിലുമൊക്കെ സതക്കയും സക്കാത്തും ഒക്കെ ഒന്ന് കൊടുക്കീനടേ. എന്തുവാടേ.